നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഈ IPL അവസാനിച്ചിരിക്കുന്നു. RCB വീണ്ടും തുടർച്ചയായി രണ്ടാമതും ചാമ്പ്യന്മാരായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ്, അതായത് ഏറ്റവും മികച്ച റണ്ണടിച്ച താരത്തിനുള്ള ബാറ്റർക്കുള്ള ഓറഞ്ച് ക്യാപ്പും ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർക്കുള്ള പർപ്പിൾ ക്യാപ്പും. ഓറഞ്ച് ക്യാപ്പ് വൈഭവ് സൂര്യവംശിക്കാണ്. 15 വയസ്സ് മാത്രമുള്ള ബീഹാറുകാരനായ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്ന വൈഭവ് സൂര്യവംശിക്കാണ് ഓറഞ്ച് ക്യാപ്പ്. 776 റണ്ണാണ് വൈഭവ് സൂര്യവംശി ഈ IPL അടിച്ചത്. 16 കളികളാണ് കളിച്ചത്. 237.63 ആണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. അമ്മാതിരി അടിയാണ് അദ്ദേഹം അടിക്കാറുള്ളത്. 72 സിക്സറാണ് മൊത്തത്തിൽ അടിച്ചത്. ഈ 776 റൺ അടിച്ചതിൽ 72 സിക്സറുകളാണ്. അത് ചെറിയ കണക്കല്ല. അത്രമാത്രം ഗംഭീരമായിട്ടാണ് വൈഭവ് സൂര്യവംശി ഈ IPL ആകെ കളിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം പ്ലേ ഓഫിൽ വീണു. പ്ലേ ഓഫിൽ ഒരു കളി ജയിക്കുകയും അടുത്ത കളിയിൽ തോൽക്കുകയും ചെയ്തു. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം വൈഭവ് സൂര്യവംശിക്ക് ഓറഞ്ച് ക്യാപ്പ് കിട്ടി എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം. ഇനി കഗീസോ റബാദയിലേക്ക് വന്നാൽ, പർപ്പിൾ ക്യാപ്പ് കിട്ടിയത് കഗീസോ റബാദയ്ക്കാണ്. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഓപ്പണിംഗ് ബൗളറാണ്. ഈ ടൂർണമെൻറ്റിലാകെ ഗംഭീരമായി പന്തെറിയുകയും ഗുജറാത്ത് ടൈറ്റൻസിനെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ വളരെ അതിനിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്ത ബൗളറാണ് കഗീസോ റബാദ. കഗീസോ റബാദ ഇതുവരെ 29 വിക്കറ്റ് വീഴ്ത്തിയാണ് IPL പർപ്പിൾ ക്യാപ്പ് ഉറപ്പാക്കിയത്. തീർച്ചയായിട്ടും കഗീസോ റബാദ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഏറ്റവും മിടുക്കനായ ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളാണ്. അത് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയും ആ നിലയിൽ തന്നെ അദ്ദേഹം ബൗൾ ചെയ്തു. എന്തു തന്നെയായാലും കഗീസോ റബാദയും വൈഭവ് സൂര്യവംശിയും ഈ ക്യാപ്പുകൾ അർഹിച്ചത് തന്നെയാണ്.